അല്ലാഹു അർസൽനി ബിസൂറത്തി ഇൻസാനിൻ, അല്ലാഹു തആല ഒരു മനുഷ്യന്റെ കോലത്തിൽ അയച്ചതാണ് എന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട് ചിന്തിക്കുക. യഹ്യയിലുണ്ട് ഈ സംഭവം. അപ്പോൾ അയാൾ പറഞ്ഞു വന്നാൾ പറഞ്ഞു അന മലക്കുൽ മൗതി വഖദ് ഉമിർതു ബിഖബ്ലി റൂഹികൽ ആൻ. ഇപ്പം എൻ്റെ റൂഹ് പിടിച്ചു കൊടുക്കാൻ കൊണ്ടുപോകാൻ വേണ്ടി അള്ളാഹു എന്നെ പറഞ്ഞയച്ചതാണ്. ഫദല്ലൽ മലികു. അപ്പോൾ രാജാവിന് വളരെ എളിമത്തരമായി, രാജാവ് വളരെ നിസ്സാരനായി എന്ന് മാത്രമല്ല പരമാവധി ബലഹീനത കാണിച്ചു രാജാവ് എന്ന് മാത്രമല്ല വളരെ നിസ്സാരമായി പറഞ്ഞു കുറച്ച് വസിയത്ത് കൊടുക്കാനുണ്ട്, ആ വസിയത്തൊന്ന് പറയട്ടെ, പറയാനുള്ളതൊക്കെ എൻ്റെ കുടുംബത്തോടും സൈന്യത്തോടൊന്ന് പറയട്ടെ, ഒരു ലേശം നേരം താമസം കൊണ്ടാ. മലക്കുൽ മൗത്ത്. അപ്പോൾ മലക്കുൽ മൗത്ത് പറഞ്ഞു ലാ മഹ്ലത ഇൻദി അനാ ഖാദിമു റബ്ബി. എനിക്ക് താമസം ചെയ്യാൻ പറ്റില്ല, ഞാൻ എൻ്റെ റബ്ബിന്റെ ഖാദിമാണ് എന്ന് പറഞ്ഞു. മിനത്തുയുരി തൈറു ഫൗസുനാദി കുൻറബുൻ നാസുറുന കിബറുൻ വശഹവ തുംബഹറുസുൻ വൽഉജുബ് വഹദിഹി അസ്ഖലാഖു അസ്ഹാബിൽ കവിദ്. ഒരു സ്ഥലത്ത് മാത്രമേ കിബറിന് അനുവാദമുള്ളൂ. അതൊന്ന് പറയണം. കിബറിന് അനുവാദമുള്ള ഒരു സ്ഥലമുണ്ട്, അറിയോ? അത് പറയണം. അത് പറഞ്ഞിട്ടില്ലെങ്കിൽ നഷ്ടമാണ്. കിബറിന് അനുവാദമുള്ള ഒരു സ്ഥലമുണ്ട്, അറിയോ? കിബറിന്റെ മുന്നിൽ. മനസ്സിലായില്ല? കിബറിന് അനുവാദമുണ്ട്. ആരുടെ മുന്നിൽ? കിബറിന്റെ മുന്നിൽ. അവിടെ കിബർ കാണിക്കണം. അവിടെ ചെറുതായി കൊടുത്താലും ഒന്നും കൂടി വലുതാവും. മനസ്സിലായില്ല? അവൻ ഒരു കാല് കയറ്റിയിരുന്ന നമ്മള് അങ്ങനെയാ. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു ഇദാറായിത് യഹ്യയിലുണ്ട് ഇമാം ഗസ്സാലി തങ്ങൾ പറയുന്നു ഇദാറായിതുൽ മുതവാലിഈന, വിനയാന്വിതന്മാരെ കണ്ടാൽ ഫതവാലഉ ലഹും, അവർക്ക് വിനയം കാണിക്കും. എന്നാലോ വൈദാറായിതുൽ മുതകബ്ബിരീന, അഹങ്കാരികളെ കണ്ടാൽ ഫതകബ്ബറു, നിങ്ങളും അഹങ്കാരം കാണിക്കണം. അഹങ്കാരികളെ മുന്നിൽ അഹങ്കാരം കാണിക്കണം. എന്തുകൊണ്ട്? അവരെ നിസാരപ്പെടുത്തണമെങ്കിൽ എന്തിലേ കഴിയൂ? ജോർജ് ബുഷിന്റെ മുന്നില് ഞങ്ങൾ പാവങ്ങളാണ്, ഞങ്ങൾ സാധുക്കളാണ് എന്നല്ല പറയേണ്ടത്. അങ്ങനെയല്ല. ഈ ആനടാ എന്നങ്ങോട്ട് കേൾക്കണം. നല്ലത് സമ്മത്തിലെ ഉമ്മേ ഹൈദറ തിൻകരീഹിൽ മല്ലറ. ആര് പാടി? സയ്യിദുന അലി. ഖൈബറിൽ ഏറ്റവും വലിയ ഒരു അഹങ്കാരിയായ മുറഹിബ് എന്ന പേരിൽ ഒരു പട്ടാളക്കാരനുണ്ടായിരുന്നു, ജൂഡൻ. എത്ര ആള് ചെന്നാലും അവന് നിസാരമായിരുന്നു. അത്രയും വലിയ ശക്തനായ അഭ്യാസിയായിരുന്നു ഈ മുറഹിബ്. അവന്റെ മുന്നിലേക്ക് റസൂലുള്ളാഹി അയച്ചു. ആരെ? അലി റളിയല്ലാഹു അൻഹുവിനെ. അവിടെ ഞാനിങ്ങനെ പോകുന്നേ ഉള്ളൂ, യുദ്ധത്തിനിങ്ങനെ ഇറങ്ങിയെന്നേ ഉള്ളൂ. റസൂലുള്ളാഹി പേര് പറയുമ്പോ പിന്നെ എങ്ങനെ വരാതിരിക്കുക? നമുക്കൊന്ന് നോക്കാം, മിക്കവാറും ഞാൻ തന്നെ ആവും തോൽക്കുക. അങ്ങനെ പറയാൻ പാടില്ല. അവിടെ എന്താ പറയേണ്ടത്? ഞാൻ ആരെന്നായി വിചാരിച്ചത്? എന്റെ ഉമ്മ എനിക്ക് പേരിട്ടത് പുലിക്കുട്ടി എന്നാണ്. പുലിക്കുട്ടിയാ നല്ലത്. സമ്മത്തിലെ ഉമ്മേ ഹൈദറ, അത് കേവലം പുലിക്കുട്ടിയല്ല, ഏതെങ്കിലും കടലാസിന്റെ പുലിക്കുട്ടിയല്ല. അനല്ലത് സമ്മത്തിലെ ഉമ്മേ ഹൈദറ തിൻകരീഹിൽ മല്ലറ. ഞാൻ കാട്ടിലെ സിംഹക്കുട്ടിയാ, എന്നെ കണ്ടാല് ദേഷ്യം പിടിച്ചാല് കണ്ട സുഖം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു സയ്യിദുന അലി. ഒക്കെ പറ എന്ന് പറഞ്ഞു സയ്യിദുന അലി. മുത്തക്കബ്ബിരീങ്ങളെ കണ്ടാൽ നിങ്ങൾക്ക് അഹങ്കരിക്കാം. അത് അവരെ ചെറുതാക്കലാണ്, അല്ലാതെ മാർഗമില്ല. മനസ്സിലായില്ലേ? അവൻ അഹങ്കാരി ആവണം. നമ്മൾ അഹങ്കാരി എന്ന് കരുതിയാൽ പോരാ, അവൻ ആരായിരിക്കണം?
ആയിരിക്കണം എന്ന് ഞാൻ പറയാട്ടോ, ഒരു കാര്യത്തിന് പറയണല്ലോ. നോക്കൂ, മനുഷ്യന്റെ രണ്ടാമത്തെ ഒരു കാര്യമാണ് റുജുബ്. റുജുബ് എന്നാൽ ശ്രദ്ധിക്കാം, കിബർ എന്നാൽ ഒരാൾ മറ്റൊരാളുടെ മുന്നിൽ വലുതാവുക. റുജുബ് എന്നാൽ മറ്റാരുമില്ലെങ്കിലും ഒരാൾ സ്വയം വലുതാവുക. അത് തമ്മിൽ വളരെ അടുത്ത ബന്ധം. അതായത് ഇവൻ ഒറ്റക്ക് നടക്കുകയാണെങ്കിലും ഒന്നിങ്ങനെ ഒന്ന് അങ്ങോട്ടാക്കി, ഒന്നിങ്ങനെ ആക്കി, ഒന്നൊരു ധ്യാനചന്തം. ഇവനെന്നെ ആരില്ലെങ്കിലും ഇവന് തോന്നുന്ന അത്യാവശ്യം ഇപ്പം നല്ല ആള്, ഞാൻ ഒന്നിങ്ങോട്ട് നോക്കി, ഒന്നങ്ങോട്ട് നോക്കി, ഒന്നിങ്ങനെ. മയിലെന്ന് പറഞ്ഞല്ലോ, മയിലൊരു അടി വെച്ചാണോ അങ്ങനെയാണ്. അതായത് അവർ സ്വയം തോന്നുന്ന ഞാൻ അത്യാവശ്യം തെറ്റില്ല. സൗന്ദര്യത്തിൽ, അല്ലെങ്കിൽ വിജ്ഞാനത്തിൽ, അല്ലെങ്കിൽ പ്രഭാഷണത്തിൽ, അല്ലെങ്കിൽ കലയിൽ, അല്ലെങ്കിൽ ഗാനത്തിൽ, വാക്കട, അല്ലെങ്കിൽ മാലിൽ, എന്തില്ലെങ്കിൽ അയാൾ സ്വയം. കിബർ എന്നാൽ ഒരാൾ മറ്റൊരാളുടെ മുന്നിൽ വലുതാവുക. റുജുബ് എന്നാൽ സ്വയം വലുതാവുക. സ്വയം അങ്ങനെയാണ്. ഒരു അടി വെച്ചിട്ട് ആ കാലൊന്ന് വിറപ്പിച്ചിട്ട് അടുത്ത അടി വെക്കുകയുള്ളൂ. എന്താണെങ്കിലും ഇങ്ങനെ ഒരു കീയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഒന്നിങ്ങനെ തിരിച്ചിട്ടൊക്കെ നടക്കുള്ളൂ. ഇരിക്കുകയാണെങ്കിൽ തന്നെ ഒന്ന് ഇങ്ങനെ ഒരു പഴയ കാലത്ത് ടൈലർമാർ മെഷീൻ അടിക്കുന്ന പോലെ ചില ആളുകൾ ഇരിക്കുള്ളൂ. കാലിങ്ങനെ വിറപ്പിച്ച് ഒരു ആനന്ദത്തിലാണ്, സുഖത്തിലാണ്, അവൻ ഭയങ്കര റായത്തിലാണ് എന്ന്. ഇതൊക്കെ മോശപ്പെട്ട സുഖങ്ങളാണ്, അതൊന്നും ഉണ്ടാകാൻ പാടില്ല. ശരീരം അതൊക്കെ മനുഷ്യന്റെ ശരീരാവസ്ഥയല്ലേ. കുട്ടി, ശരീരാവസ്ഥക്ക് നിയന്ത്രണമല്ലേ. ഹബീബായ റസൂലുള്ളാഹി 23 കൊല്ലത്തിനിടയിൽ പൊട്ടിച്ചിരിച്ചിട്ടില്ല. അത്ഭുതം കാണാത്തതുകൊണ്ട് പൊട്ടിച്ചിരിച്ചില്ല. 1, 2, 3 സംഭവത്തിൽ മാത്രം അണപ്പല്ല് വെളിവായിട്ടുണ്ട്. ഇത് 2, 3 സംഭവം മാത്രം അണപ്പല്ലൊന്ന് വെളിവാക്കി. ബാക്കിയൊക്കെ പുഞ്ചിരിക്കും ഹബീബായ റസൂലുള്ളാഹി ഇല്ലേ. കാന ഹബീബായ റസൂലുള്ളാഹി മാ ജലസ മാതൻ ബിജിലൈഹി ഇലാ സ്വഹാബിഹി. ആളുകളടുത്ത് കാല് നീട്ടിയ മുഹമ്മദ് നബി ഇരുന്നിട്ടില്ല. ആളുകളടുത്ത് കാല് നീട്ടി ഇരുന്നിട്ടില്ല 23 കൊല്ലത്തിനിടയിൽ. ശരീരത്തിന് പ്രത്യേകത ഇല്ലേ? മനസ്സിലായോ നിങ്ങൾക്ക്? അള്ളാഹുവിന്റെ ഹബീബ് ഒരു സദസ്സിലെത്തിയാൽ അള്ളാഹുവിന്റെ ഹബീബ് ആ ഇരിക്കുന്ന കൂട്ടത്തിൽ അവസാനത്തെ ആളായിരുന്നു. ഇരിക്കുമ്പോ അവസാനമായ മുസ്തഫ നബി ഇരിക്കുള്ളൂ. അങ്ങനെയാണ്. ഒരാൾ ആരെങ്കിലും ഹബീബായ നബിക്ക് കൈ കൊടുത്താൽ ആ കൈ റസൂൽ പിൻവലിക്കുകയില്ല. മറ്റേ ആൾ കൈ വിടാതെ നബി കൈ വലിക്കൂല. വിരലുകൊണ്ട് കൈ കൊടുക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ കൊടുക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ പഠിച്ചത്? എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. കാണല്ല, എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. മുസാഫഹത്ത് ചെയ്തപ്പോൾ ഒരാൾ വിരൽ വന്നു. കാരണം ഫുൾ കൈ തരാൻ മാത്രം നമ്മളില്ലാത്തതുകൊണ്ടാകാം. അങ്ങനെയൊക്കെ ഉണ്ട്. ഈ വയസ്സിനടക്ക് അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അള്ളാഹു കാക്കട്ടെ. അതൊക്കെ മനുഷ്യൻ ചിന്തിക്കണം. ഇതെന്തിനാ പറയും? നമുക്ക് ഇബറത്തുണ്ടാകണം നമ്മുടെ ജീവിതത്തിൽ. മുഹമ്മദ് നബിയോ ഏത് കൃഷിക്കാരൻ ഏത് അടിമകൾ കൈ കൊടുത്താലും ആ കയ്യിനെ ഹബീബായ റസൂലുള്ളാഹി വിട്ടുകൊടുക്കുമായിരുന്നു. ഇദാ തവജ്ജഹ ഇലാ